ഞങ്ങൾ ലിവിങ് ടുഗദർ സെറ്റപ്പ് ആയിരുന്നു. സുധി എന്നെ ഒരു വർഷം ഇങ്ങനെ കൊണ്ടു നടന്ന് അത്ര വളരെ മോശമായിട്ടാണ് അവള് പറയുന്നത്. എനിക്കിപ്പോ ഇതിലങ്ങനെ സംസാരിക്കാനായിട്ട് താല്പര്യമില്ല. ചേച്ചി അതിലും വലിയ നാണക്കേട് ഞാൻ ധർണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ. ഇതിനകത്ത് പറയാൻ പറ്റില്ല, അത്ര വൃത്തികെട്ടൊരു വേടാണ് പറഞ്ഞത്. ചേച്ചി ഊഹിച്ചെടുത്തു അത്. ചേച്ചി ഇയാള് വരുമ്പോ സ്വന്തമായിട്ടൊരു ഷർട്ട് പോലും മേടിച്ചിടാൻ ഇല്ലാത്ത ഒരാളായിട്ടാണ് വരുന്നത്. എന്റെ കാശ് കൊണ്ടാണ് അയാൾ ഇത്രയായത്. ആദ്യമായിട്ട് എന്റെ അമ്മയുടെ കാശ് കൊണ്ട് വെളിനാട് കണ്ട മനുഷ്യനാണ് അയാൾ. എന്റെ ഔദാര്യത്തിലാണ് അവൾ ജീവിക്കുന്നത് ഇപ്പോഴും. സുധിയുടെ വൈഫ് രേണുവിനെ കുറിച്ചാണ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്. ഇപ്പോൾ നമ്മൾ കേട്ട ഈ ശബ്ദ സന്ദേശം മരണപ്പെട്ടു പോയ കലാകാരനായിരുന്ന കൊല്ലം സുധിയുടെ മുൻ ഭാര്യ എന്ന് അവകാശപ്പെടുന്ന ഏതോ ഒരു സ്ത്രീയുടേതാണ്. രേണുവിനെ വിവാഹം കഴിക്കുന്നതിന് മുൻപ് സുധി മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ചിരുന്നു, അതിലൊരു കുട്ടിയുമുണ്ടായി എന്നുള്ള വെളിപ്പെടുത്തലുകളൊക്കെ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്. ആ സ്ത്രീ ജീവനൊടുക്കി എന്നാണ് നമുക്ക് അറിയുവാൻ കഴിയുന്നത്. അതിനുശേഷമാണ് സുധി രേണുവിനെ വിവാഹം കഴിച്ചത് എന്നാണ് ഇതുവരെയും നമ്മൾ അറിഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇതാ രേണുവിന് മുൻപായിട്ട് മറ്റൊരു സ്ത്രീയുമായിട്ട് സുധിക്ക് ബന്ധമുണ്ടായിരുന്നു എന്ന് മാത്രമല്ല, നിയമപരമായി വിവാഹം കഴിക്കുകയും അതേപോലെ തന്നെ നിയമപരമായി വിവാഹമോചനം നടത്തുകയും ചെയ്തു. അങ്ങനെ സുധിയിൽ നിന്നും വിവാഹമോചനം നേടിയ ഒരു സ്ത്രീ, അവരുടെ പേര് അവർ വെളിപ്പെടുത്തുന്നില്ല, കുറെ കാര്യങ്ങൾ സുധിയെക്കുറിച്ചും രേണുവിനെക്കുറിച്ചും അവർ സംസാരിക്കുകയാണ്. റീൽ ആൻഡ് റിയൽ എന്ന ഒരു യൂട്യൂബ് ചാനൽ, അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ അവർക്ക് പേജുമുണ്ട്. ആ ചാനലിന് നൽകിയ ശബ്ദ സന്ദേശമാണ് ഇപ്പോൾ നമുക്ക് കേൾക്കുവാൻ കഴിയുന്നത്. രേണു സുധി സമൂഹ മാധ്യമങ്ങളിൽ അങ്ങനെ നിറഞ്ഞാടുന്ന ഒരു കാലഘട്ടമാണ്. രേണുവിനെ ഇഷ്ടപ്പെടുകയും രേണുവിനെ തള്ളി പറയുകയും ചെയ്യുന്ന ആയിരക്കണക്കിന് ആൾക്കാർ നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട്. ഇതിനിടയിലാണ് സുധിക്ക് കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ച ചില വീഴ്ചകളെക്കുറിച്ച് തുറന്നു പറഞ്ഞുകൊണ്ട് ഈ സ്ത്രീ രംഗത്തെത്തിയിരിക്കുന്നത്. അവരങ്ങനെ രംഗത്ത് വരുന്നതിന്റെ പിൻപിലുള്ള കാരണവും രേണു തന്നെയാണ്. രേണു വളരെ മോശമായിട്ട് ഈ സ്ത്രീയെക്കുറിച്ച് പല ആൾക്കാരോടും സംസാരിച്ചു അത്രേ. ഇതിനോടകം സമൂഹ മാധ്യമങ്ങളിൽ ഏറെക്കുറെ ഈ ഒരു ശബ്ദ സന്ദേശം വൈറലായിരിക്കുകയാണ്. ഈ ശബ്ദം കേൾക്കുന്ന, ഈ വീഡിയോകൾ കാണുന്ന ഓരോ വ്യക്തികളും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്: സുധി ജീവിച്ചിരുന്നപ്പോൾ എന്തുകൊണ്ടാണ് ഈ സ്ത്രീ വരാതിരുന്നത്? സുധിയുടെ മരണത്തിൽ ആ ഡെഡ് ബോഡി കാണുവാൻ പോലും ഇവരെത്തിയതായിട്ട് അറിവില്ല. അങ്ങനെയുള്ളൊരു സ്ത്രീ ഇപ്പോൾ എന്തിനാണ്, എവിടെ നിന്നാണ് വന്നിരിക്കുന്നത്? ഇതിന്റെ ഉദ്ദേശശുദ്ധി ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. എന്നാൽ അത്തരത്തിലുള്ള ചോദ്യങ്ങൾക്കെല്ലാം വളരെ കൃത്യമായി ഒറ്റ വാക്കിൽ അവർ മറുപടി പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് ഈ ബന്ധമെല്ലാം വിട്ടുകളഞ്ഞതാണ്, പോയതാണ്, ഡിവോഴ്സ് ചെയ്ത് പോയതാണ്. അങ്ങനെ ഡിവോഴ്സ് വാങ്ങിപ്പോയൊരു വ്യക്തിക്ക് പിന്നെ വന്ന് അഭിപ്രായം പറയേണ്ട കാര്യമില്ല. പക്ഷേ രേണു സുധി ഇവരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇവർ മഹാപോക്ക് കേസാണ്, ഇവർ സുധിച്ചേട്ടന്റെ ഭാര്യ ആയിരുന്നില്ല, പകരം ഇതൊരു സെറ്റപ്പ് മാത്രമായിരുന്നു എന്നുള്ളതാണ്. മാത്രവുമല്ല, രേണു ഇവരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പരസ്യമായി പറയുവാൻ പറ്റാത്ത വിധത്തിൽ വൾഗറാണ്. അതുകൊണ്ട് അത് തുറന്നു പറയുന്നില്ല. പക്ഷേ രേണു സുധി തന്നെ വളരെ മോശക്കാരിയായി ചിത്രീകരിച്ചത് കൊണ്ട് മാത്രമാണ് ചിലതൊക്കെ തുറന്നു പറയാൻ വന്നത് എന്ന് അവർ അവകാശപ്പെടുകയാണ്. എന്തായാലും അവർ പറയുന്ന ചില കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. പേര് വെളിപ്പെടുത്താനായിട്ട് എനിക്ക് താല്പര്യമില്ല. പിന്നെ ഓൾമോസ്റ്റ് എല്ലാവർക്കും എന്നെ അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. സുധിയുടെ വൈഫ് രേണുവിനെ കുറിച്ചാണ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്. എന്റെ ഒരു കസിൻ ചേച്ചി, അതുപോലെ എന്നെ സ്നേഹിക്കുന്ന ഒന്ന് രണ്ട് ചേട്ടന്മാര്. അപ്പൊ എനിക്കൊരിക്കലും അവളെ നാണം കെടുത്തണമെന്നോ ഇല്ലെങ്കിൽ അവളുടെ ഇമേജിനെ ബാധിക്കുന്നത് ചെയ്യണമെന്നൊന്നും എനിക്കൊരു താല്പര്യമുള്ള ഒരാളല്ല. പക്ഷെ എനിക്ക് എന്റെ ലൈഫിൽ കുറെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും വന്നത് കൊണ്ട് എനിക്കിത് പറഞ്ഞേ പറ്റത്തുള്ളൂ, പറയാൻ പറ്റും. 2013 സുധി എന്നെ ഒഫീഷ്യലി മാരേജ് ചെയ്യുന്നത്. ഇപ്പൊ നിലവിൽ സുധിയുടെ വൈഫല്ല. ഞങ്ങൾ ഡിവോഴ്സ്ഡ് ആയിട്ട് ഒരു 6-7 വർഷമായി. കൊല്ലത്ത് കോടതിയിൽ വെച്ചിട്ടായിരുന്നു ഡിവോഴ്സ്ഡ് ആയത്. അതിന് കാരണം ഈ രേണു തന്നെയാണ്. അത് ഞാൻ പറയാം. പിന്നെ എന്നെ അറിയാവുന്ന കുറെ ആൾക്കാരോട് രേണു പറഞ്ഞുകൊണ്ട് നടക്കുന്നത്, ഞങ്ങൾ ലിവിങ് ടുഗദർ സെറ്റപ്പ് ആയിരുന്നു. സുധി എന്നെ ഒരു വർഷം ഇങ്ങനെ കൊണ്ടു നടന്ന് അത്ര വളരെ മോശമായിട്ടാണ് അവള് പറയുന്നത്. എനിക്കിപ്പോ ഇതിലങ്ങനെ സംസാരിക്കാനായിട്ട് താല്പര്യമില്ല. അങ്ങനത്തെ വേർഡുകൾ സംസാരിക്കാൻ താല്പര്യമില്ല. കേട്ടല്ലോ, ഇവർ പറഞ്ഞു തുടങ്ങുന്നത് തന്നെ ഇതാണ്. രേണു സുധിയുടെ വായിൽ നിന്ന് വീണ അപക്വമായ അനാവശ്യമായ പല വാക്കുകളും അത്തരത്തിലുള്ള പ്രസ്താവനകളാണ് ഇങ്ങനെയൊരു തുറന്നു പറച്ചിലേക്ക് തന്നെ കൊണ്ടെത്തിച്ച കാര്യം. പക്ഷേ രേണു സുധി തനിക്കെതിരായിട്ട് നടത്തിയ അനാവശ്യ പ്രചരണങ്ങൾക്ക് മറുപടിയായിട്ട് ഇവർ സംസാരിച്ചു തുടങ്ങി മുൻപോട്ട് പോകുമ്പോൾ കൊല്ലം സുധി എന്ന വ്യക്തിയുടെ വ്യക്തിജീവിതം എന്തായിരുന്നു, അയാളുടെ ജീവിതം ഒരു കുത്തഴിഞ്ഞ പുസ്തകം പോലെയായിരുന്നു എന്ന് വെളിപ്പെടുത്തുകയാണ്. തത്വത്തിൽ രേണു സുധിക്കെതിരായിട്ടുള്ള തുറന്നു പറച്ചിലുകൾ പലതും ചെന്നു പതിക്കുന്നത് കൊല്ലം സുധിയുടെ മേലാണ്. കൊല്ലം സുധി എന്നയാൾ നമ്മളൊക്കെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു നല്ല കലാകാരനാണ്.
ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തെ നമ്മൾ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മരണം മലയാളി സമൂഹത്തിന് വലിയൊരു നഷ്ടമായിരുന്നു, വലിയ വേദനയായിരുന്നു. പക്ഷെ നമുക്കറിയാം, മരണം ആരെയും വിശുദ്ധരാക്കുന്നില്ല. ഒരു വ്യക്തി മരണപ്പെട്ടതിനു ശേഷം അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ ചെയ്ത തെറ്റുകളെക്കുറിച്ചും വീഴ്ചകളെക്കുറിച്ചും ഒന്നും സംസാരിക്കാൻ പാടില്ല. പരേതനോടുള്ള ആദരസൂചകമായിട്ട് നല്ല കാര്യങ്ങൾ മാത്രമേ പറയാവൂ എന്ന് ശാഠ്യം പിടിക്കുന്ന ചില ആൾക്കാരുണ്ട്. പക്ഷേ അങ്ങനെയൊന്നും കണക്കാക്കാൻ കഴിയില്ല. മരണശേഷവും അയാൾ ചെയ്ത തെറ്റുകൾ തെറ്റായി തന്നെ നിലനിൽക്കും. അതെ, മരണം ആരെയും വിശുദ്ധരാക്കുന്നില്ല. ഈ അടുത്തിടെ എന്റെ ഒരു ചേച്ചി, എന്നോട് ഞങ്ങള് ഓൾമോസ്റ്റ് പരിചയമുള്ള ഫാമിലി ഫ്രണ്ട് ഒരു ചേച്ചി കൊല്ലത്ത് മറ്റേ കാട്ടിൽ മേക്കതിൽ ക്ഷേത്രത്തിലൊരു ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ചേച്ചി കാഷ്വലായിട്ട് ചോദിച്ചു, എന്നെ അറിയോ എന്നിങ്ങനെ ചോദിച്ചപ്പോ ഇവള് ചേച്ചിയോട് പറഞ്ഞു, അറിയാം എന്തെങ്കിലും. അപ്പൊ ചേച്ചി കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോൾ പുള്ളിക്കാരത്തി എടുത്ത വായിലെ പറഞ്ഞ ഡയലോഗ്, അയ്യോ എന്റെ സുധിച്ചേട്ടന്റെ കൂടെ അവൾ ഒരു വർഷം താമസിച്ചു എന്നേ ഉള്ളൂ, കല്യാണം ഒന്നും അവൾ കഴിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. എന്റെ അമ്മയുടെ 15 സെന്റ് വസ്തു വിറ്റിട്ടാണ് ഞങ്ങൾ കൊല്ലത്തേക്ക് വരുന്നത്. അപ്പൊ എന്നെ ഫീൽഡിലേക്ക് കൊണ്ടുവന്നതും പുള്ളി തന്നെയാണ്. ഫീൽഡിൽ ഞാൻ ഓൾമോസ്റ്റ് ഉണ്ടായിരുന്നു, എന്നാൽ തന്നെയും ഫീൽഡിലേക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് കൊണ്ടുവന്നത് പുള്ളി തന്നെയാണ്. ഫീൽഡ് എന്ന് പറയുന്നത് മിമിക്രി ആണോ, എന്തായിരുന്നു? ഞാൻ മിമിക്രി ഫീൽഡായിരുന്നു. ഞാൻ മിമിക്രി ഫീൽഡ് എന്ന് പറയുമ്പോൾ തന്നെ എന്റെ കൂടെയുള്ള കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് ആൾക്കാർക്ക് മൊത്തം ഇത് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോഴ് അങ്ങനെയാണ് ഞങ്ങൾ മാരേജ് ചെയ്യുന്നതും. മാരേജ് ചെയ്യുമ്പോൾ ഏഷ്യൻറ്റ് നിൽക്കുമ്പോഴാണ് മാരേജ് ചെയ്യുന്നതും. പിന്നെ കോമഡി ഫെസ്റ്റിവലിലേക്ക് വന്നു. പിന്നെ കോമഡി മാസ്റ്റേഴ്സ് എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് വന്നു. ഒരു മിനിറ്റ്, നിങ്ങളുടെ മാരേജ് കഴിഞ്ഞ വർഷം ഏതാണ്? 2013 2012 ലാസ്റ്റ് ഡിസംബർ 26-ാം തീയതി ആയിരുന്നു. 2012 ലാസ്റ്റ്. ഓക്കെ. അപ്പൊ ഈ കല്യാണം നിങ്ങള് സ്നേഹിച്ച് കല്യാണം നടന്നത് കൊല്ലം മാടനട ക്ഷേത്രത്തിൽ വെച്ചിട്ടായിരുന്നു കല്യാണം നടന്നത്. സുധിച്ചേട്ടന്റെ ഫ്രണ്ട്സും എന്റെ ഫാമിലിയും അവരുടെ ഫാമിലിയും എല്ലാരും കൂടി ചേർന്നിട്ടാണ് കല്യാണം നടത്തിയത്. നിങ്ങൾ പ്രേമിച്ച് കിട്ടിയതാണോ അതോ? നിങ്ങൾ പ്രേമിച്ച് കിട്ടിയതാണോ എന്ന് വെച്ചാൽ പ്രേമൊന്നും ഇല്ലായിരുന്നു. നമ്മൾ ഒരുമിച്ച് പ്രോഗ്രാം ചെയ്തോണ്ട് ഇപ്പൊ കുറെ ആൾക്കാരുണ്ടല്ലോ ഇങ്ങനെ ബോറായിട്ട് സംസാരിക്കാനുള്ള കുറെ ആൾക്കാരുണ്ടായിരുന്നല്ലോ. ആ ടൈമില് ഞാൻ തന്നെയാണ് പുള്ളിയോട് ചോദിച്ചത്, ചേട്ടൻ ഇങ്ങനെ എല്ലാരും ഇങ്ങനെ ഓരോന്നൊക്കെ പറയുന്നുണ്ട്, അപ്പൊ ചേട്ടൻ കല്യാണം കഴിച്ചൂടെ? ഞാൻ തന്നെയാണ് ചോദിച്ചത്. ആ പുള്ളി എന്നോട് പറഞ്ഞു, നീ കൊച്ചാണ്, നീ എന്തർത്ഥത്തിലാണ് അങ്ങനെയൊക്കെ സംസാരിക്കുന്ന എന്നോട് പുള്ളി ചോദിച്ചു തിരിച്ച്. അപ്പൊ ഞാൻ പറഞ്ഞു, ചേട്ടാ ഈ ഒരു റിയാലിറ്റി ഷോ കഴിയുമ്പോഴത്തേന് ഞാൻ വേറെ പോവും, ചേട്ടൻ വേറെ പോവും, അപ്പോഴും എന്നെ ആൾക്കാർ ആ ഒരു കണ്ണുകൊണ്ടല്ലേ കാണത്തുള്ളൂ എന്ന് ഞാൻ പുള്ളിയോട് ചോദിച്ചു. അന്ന് പുള്ളിക്കൊരു മകനുണ്ട്, രാഹുൽ ദാസ്. അന്ന് അവൻ അവിടെ തന്നെ ഒരു സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുവാണ്. 4ാം സ്റ്റാൻഡേർഡിൽ എന്തോ പഠിച്ചുകൊണ്ടിരിക്കണം, 4ലോ 5ലോ അങ്ങാണ്ടാണ്, എനിക്ക് അത് നല്ല ഓർമ്മയില്ല. അവരെ വീട്ടിൽ നേരെ കല്യാണം കഴിച്ച വീട്ടിലാണ് കൊണ്ടുപോയത്. അവിടെ റിസപ്ഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അവരച്ഛൻ, അമ്മ, അന്ന് അച്ഛൻ ജീവിച്ചിരിപ്പുണ്ട്, ചേട്ടൻ, ചേട്ടത്തി, ഇവരൊക്കെ വന്നിട്ടാണ് വീട്ടിൽ വന്ന് കല്യാണം ആലോചിക്കുന്നത്. അപ്പോഴവര് ഫാമിലി തന്നെ ഉള്ളവർ എന്റെ അമ്മയോട് പറഞ്ഞു, ഇവള് കൊച്ചാണ്, അതുകൊണ്ട് എന്തിനാണ് വെറുതെ ജീവിതം തുലയ്ക്കുന്നത്, എന്റെ അനിയനായതുകൊണ്ട് പറയുമല്ല എന്നൊക്കെ അവര് പറഞ്ഞു. അപ്പൊ ഇതാണ് ഇവർ തമ്മിൽ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചതിന്റെ ഏകദേശം ഒരു പശ്ചാത്തലം. കൊല്ലം സുധി ഈ സ്ത്രീയെ വിവാഹം കഴിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു മകനുണ്ട്. പക്ഷേ താൻ ആ സമയത്ത് തന്റെ മുൻ ഭാര്യയുമായി നിയമപരമായി വിവാഹമോചനം നേടിയിരുന്നു. ആ സ്ത്രീയുടെ പേര് ശാലിനി എന്നാണ്. അവരതിനുശേഷം മറ്റൊരാളെ വിവാഹം കഴിക്കുകയും ചെയ്തു. പിന്നീടൊക്കെയാണ് അവർ ആത്മഹത്യ ചെയ്തത്. പക്ഷെ ഈ സ്ത്രീ ഇപ്പോൾ പറയുന്നത് നിയമപരമായി ബന്ധം വേർപിരിഞ്ഞിട്ടും ആ ബന്ധം വീണ്ടും തുടർന്നുകൊണ്ടേയിരുന്നു. അതിന്റെ പല തെളിവുകളും അവരുടെ കയ്യിൽ കിട്ടി എന്നുള്ളതാണ്. ഈ ചാനലിൽ വന്ന് പറഞ്ഞ പല കാര്യങ്ങളും കള്ളത്തരമാണ്. ആര് പറഞ്ഞത്? ഈ സുധിച്ചേട്ടന്റെ വൈഫും വന്ന് ചാനലിൽ വന്ന് പറഞ്ഞ പല കാര്യങ്ങളും കള്ളത്തരങ്ങളാണ്. കാരണം സുധിച്ചേട്ടനുമായിട്ട് ഞാൻ പല പ്രാവശ്യം വഴക്കുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ലൈഫിലെ പ്രശ്നങ്ങളായിട്ടല്ല. ഈ ശാലിനിക്ക് ഒരുപാട് പൈസ, അന്ന് ഈ ഗൂഗിൾ പേ ഒന്നുമില്ല, ഈ ബാങ്ക് വഴി ട്രാൻസാക്ഷൻ ചെയ്ത് കൊടുക്കും. എന്നിട്ട് ഈ ബില്ല് ഈ സ്ലിപ്പ് പുള്ളി പേഴ്സിൽ വെച്ച് മറക്കും. അപ്പൊ ഇത് ഞാൻ കാണുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടായിട്ടുള്ളത്. നിങ്ങൾ ഡിവോഴ്സ് ചെയ്തു, നിങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തിനാ നിങ്ങൾ ഈ കാശൊക്കെ അവർക്ക് ഇട്ട് കൊടുക്കുന്നതൊക്കെ ഞാൻ ചോദിച്ച് വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. ശാലി മരിച്ചുപോയി. എന്റെ മാരേജ് കഴിഞ്ഞ് എനിക്ക് ഒരു 7 മന്ത് പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന ടൈമിൽ എന്നെ ശാലിനി വിളിച്ചിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ഇതിൽ കൂടി സുധിയുടെ ജീവിതത്തിന്റെ വീക്ക്നെസ്സുകൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ച് അവർ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു വെക്കുകയാണ്. അതായത് ഒരു സ്ത്രീയെ വിവാഹം കഴിച്ച് അവർക്കൊപ്പം ജീവിക്കുന്ന ഒരു കുഞ്ഞാകുന്നു, അതിനുശേഷം അവരെ വിവാഹമോചനം ചെയ്യുന്നു, അതിനുശേഷം ഈ സ്ത്രീയെ അവർ വിവാഹം കഴിക്കുന്നു. ഈ ബന്ധം തുടർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ വിവാഹമോചനം നടത്തി വിട്ട ആ സ്ത്രീയുമായിട്ട് വീണ്ടും ബന്ധപ്പെടുവാൻ ശ്രമിക്കുന്നു, അവർക്ക് പണം അയച്ചു കൊടുക്കുന്നു, അവരുടെ പല കാര്യങ്ങളിലും സജീവമായിട്ട് അദ്ദേഹം ശ്രദ്ധ പുലർത്തുന്നു. അത് ഇവരുടെ കുടുംബജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾക്ക്, വലിയ പ്രതിസന്ധികൾക്ക് കാരണമായി മാറുന്നു. പക്ഷേ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പല കുടുംബങ്ങളിലും സംഭവിക്കാറുള്ളത് പോലെ അല്ലറ ചില്ലറ ബഹളങ്ങളും വഴക്കുകളും ഒക്കെ ആയിട്ട് കാലം തള്ളി നീക്കി മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അടുത്ത ദുരന്തം വീണ്ടും സംഭവിക്കുകയാണ്. അതെന്തായിരുന്നു? പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങളുടെ വിവാഹ ജീവിതം മുടങ്ങി? അല്ലെങ്കിൽ കുറച്ചു മുമ്പ് ഒരു വ്യക്തിക്കെതിരെ ആരോപണം പറഞ്ഞല്ലോ, എന്താ അത്? ഈ രേണു തന്നെയാണ് കാരണം. രേണുവിന്റെ കുറെ മെസ്സേജുകൾ ഞാൻ ഫോണിൽ കാണാനിടയായി. അപ്പൊ ഞാൻ ചോദിച്ചു, എന്നോട് കുറെ ആൾക്കാർ ഇത് ചോദിച്ചു, ഞാൻ പക്ഷെ ആരോടും ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. ഞാൻ ഇപ്പോഴാണ് ഇത് പറയുന്നത്. അത് പറയാൻ ഞാൻ അത്രയും നാണം കെട്ടത് കൊണ്ടാണ് പറയുന്നത്. അപ്പോഴ് പുള്ളിക്കാരത്തി ഇങ്ങനെ എല്ലാരോടും പറഞ്ഞു നടക്കാൻ തുടങ്ങി. ഇങ്ങനെ മെസ്സേജ് കണ്ടു. അന്ന് എന്റെ വീട്ടിലായിരുന്നു സുധിചേട്ടൻ, ഞങ്ങൾ ഒരുമിച്ചുള്ളത്. ഞാനൊരു ടീമിൽ പ്രാക്ടീസിന് പോയിട്ട് തിരിച്ചു വന്നപ്പം ഫോണിലെ മെസ്സേജുകൾ കണ്ടു. അതിന് ആ മെസ്സേജുകൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാനൊന്നും മറന്നിട്ടില്ല. ഞാൻ എന്ത് ചെയ്യുന്നു ചോദിച്ചപ്പോ പുള്ളിക്കാരന്റെ വീട്ടിലാണ്. എന്റെ വീട്ടില് എന്റെ അമ്മ വെച്ച ഫുഡും കഴിച്ച് കിടന്നുറങ്ങുന്ന മനുഷ്യൻ പറയുന്നത് ഞാൻ എന്റെ വീട്ടിലാണ്. അപ്പൊ ആള് ചോദിക്കുന്നു, നിങ്ങൾ പിണക്കണോ? അല്ല, പിണങ്ങാതിരിക്കാൻ കൊണ്ടാക്കിയിരിക്കുവാണെന്നൊക്കെ പറഞ്ഞ് കുറെ ഡയലോഗും കാര്യങ്ങളും ഒക്കെ അതിനകത്ത് വന്നു. നിങ്ങളെ കുറിച്ചാണ് ചോദിക്കുന്നത്? അതായത് എന്നെ കുറിച്ച് പുള്ളിക്കാർക്ക് ചോദിക്കുമായിരുന്നു. ഓക്കെ, അറിയാമായിരുന്നു ഇന്നപോലെ കല്യാണം കഴിഞ്ഞതാണെന്ന് അറിയായിരുന്നു. അത് ഇതൊന്നും ഒരു കേസൊന്നും അല്ലായിരുന്നു, പല കേസുകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇത് കുറച്ച് വൾഗറായിട്ടുള്ള മെസ്സേജുകൾ കണ്ടപ്പം അന്നാണ് എനിക്ക് വേണ്ട എന്നും പറഞ്ഞിട്ട് എന്റെ വീട്ടിൽ നിന്ന് എന്റെ പരിസരക്കാർക്കെല്ലാം അറിയാം. എന്റെ പരിസരക്കാരെല്ലാം വീട്ടിന്റെ ബഹളം കെട്ടിട്ട് വന്നു. ഞാൻ പൊക്കോളാൻ പറഞ്ഞു. അന്നാണ് ഞങ്ങള് പുള്ളി കുറെ പ്രാവശ്യം വന്നു കോംപ്രമൈസിന്. അപ്പം ചേട്ടനും ചേട്ടത്തിയൊക്കെ വിളിച്ചു ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. എന്താണ് അത്രമാത്രം ഹേർട്ട് ചെയ്യുന്ന മെസ്സേജുകൾ? എന്താ? കുറെ മെസ്സേജുകൾ ഉണ്ടായിരുന്നു ചേച്ചി. ഹേർട്ട് ചെയ്യുന്ന മെസ്സേജ് എന്റെ കൂടെ കിടന്നുറങ്ങിയിട്ട് പുള്ളി പറയുന്നത്, പുള്ളി എന്റെ വീട്ടില് എന്റെ ബെഡില് എന്റെ റൂമിൽ കിടന്നുറങ്ങിയിട്ട് ഞാൻ എന്റെ വീട്ടിലും പുള്ളിയുടെ വീട്ടിലുമാണെന്നാണ് പറഞ്ഞത്. പിന്നെ പറഞ്ഞിരുന്നെ ഇങ്ങോട്ട് അയച്ചേക്കുന്ന മെസ്സേജ്, ചേട്ടൻ എന്നെ കണ്ടിട്ട് പോകുമ്പോ എനിക്ക് ഭയങ്കര സങ്കടമാണ്, ചേട്ടൻ എന്റെ അടുത്തുള്ളപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമാണെന്നൊക്കെ പറഞ്ഞിട്ടൊരു മെസ്സേജ് ഉണ്ടായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ കൊല്ലം സുധിയുടെ ഒരു വിനോദമായിരുന്നു ഇത്. കുടുംബജീവിതം മുൻപോട്ട് കൊണ്ടുപോകുന്നതിനിടയിൽ തന്നെ ഇങ്ങനെയുള്ള ചിന്ന വീട് പരിപാടികളൊക്കെ അദ്ദേഹം നടത്തിക്കൊണ്ടേയിരുന്നു എന്നാണ് ഈ സ്ത്രീയുടെ ആരോപണം. പിന്നെ പേര് വെളിപ്പെടുത്താത്തത് കൊണ്ട് ഇങ്ങനെ ഒരാൾ ഫേക്കായിട്ടാണ് വരുന്നത് എന്നൊക്കെ നമുക്ക് ആരോപിക്കാൻ കഴിയും. പക്ഷേ ഇവർ പറയുന്ന പല കാര്യങ്ങളും വെച്ച് വളരെ ഈസി ആയിട്ട് ഇത് നമുക്ക് പിടിക്കുവാനും കഴിയും. കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട് അവരുടെ വിവാഹം നടന്ന ദിവസത്തെക്കുറിച്ചും വിവാഹം നടന്ന ക്ഷേത്രത്തെക്കുറിച്ചും വിവാഹമോചനം നടന്ന കോടതിയെക്കുറിച്ചുമൊക്കെ വളരെ കൃത്യമായി ഡേറ്റുകൾ ഉൾപ്പെടെ വെച്ചുകൊണ്ട് അവർ പറയുന്നുണ്ട്. അപ്പോൾ ഇത് യാഥാർത്ഥ്യമാണോ എന്ന് അന്വേഷിച്ചറിയേണ്ടവർക്ക് അത് അറിയുവാൻ അധികം കഷ്ടപ്പെടേണ്ടി വരില്ല എന്ന് സാരം. എന്തായാലും രേണുവിന്റെ വായിൽ നിന്ന് വന്ന ചില വാക്കുകൾ ഇപ്പോൾ കൊല്ലം സുധിയുടെ മുഖംമൂടി തന്നെ വലിച്ചു കീറുന്ന നിലവാരത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നു. ഇനി ആരാണ് ഈ രേണുവിന്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ ഇങ്ങനെയൊക്കെയുള്ള കുഴപ്പങ്ങൾ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? അതിനെക്കുറിച്ച് ഈ വീഡിയോയുടെ കീഴിൽ വന്നിട്ട് ടൈറ്റസ് തോമസ് എന്ന ഒരാൾ ഒരു കമന്റ് എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ചോദിക്കുന്നതും ആരാണ് ഈ രേണു സുധി? വേറെ ഒരുത്തന്റെ ഭാര്യയായിരുന്ന രേണു എങ്ങനെ സുധിയുടെ രണ്ടാം ഭാര്യയായി? കോട്ടയം ജില്ലയിൽ ഞാലിയാകുഴിക്കടുത്ത് ഉദിക്കൽ ചാക്കോയുടെ മകൻ ബിനുവിന്റെ ഭാര്യയായിരുന്നു ഇവൾ. നന്നായി അറിയാവുന്ന ഫാമിലി. ഇന്നുവരെയും അവൾ പറഞ്ഞിട്ടില്ല കള്ളി. അവളുടെ വീട്ടുകാരും ഇവളും എല്ലാം പെന്തിക്കോസ്തു ഫാമിലിയാണ്. ഇവളുടെ നടപ്പ് കണ്ടോ, എന്തൊരു ഭാവമാണ്. വലിയ നടിമാർ പോലും ഇതുപോലെ അഹങ്കാരത്തോടെ സംസാരിക്കില്ല. പൊങ്ങൻതാനം കോളനിയിൽ കിടന്ന് വളർന്നവളാണ്. ഇപ്പോൾ സുധി പോയപ്പോഴാണ് വീടായത്. സുധിയുടെ ആദ്യ ഭാര്യ ആത്മഹത്യ ചെയ്തത് എന്തിനാണ്? ആദ്യ കെട്ടിയോനെ തേച്ച് സുധിയുടെ ഭാര്യ ആത്മഹത്യ ചെയ്തു. അതിന്റെ ചൂടാറും മുമ്പ് അവൾ സുധിക്കൊപ്പം എത്തി. എല്ലാം ഒരു തിരക്കഥ പോലെ. പൊട്ടനെ ചെട്ടി കളിപ്പിച്ചാൽ ചെട്ടിയെ ദൈവം കളിപ്പിക്കും എന്ന് പറഞ്ഞതുപോലെ ഇവൾ സുധിയുടെ പേരിൽ എന്തിനാ? സെന്റി അടിച്ച് നാട്ടുകാരുടെ മുമ്പിൽ നല്ല കുട്ടി ചമഞ്ഞാലും ഇവളുടെ ഉടായ്പകൾക്ക് ദൈവം ശിക്ഷ കൊടുത്തു തീർക്കും. ചുരുക്കി പറഞ്ഞാൽ ഇതെല്ലാം ഒരാറെ വന്ന പൂളകനാണ് എന്ന് പറയുന്നത് പോലെയാണ്. എല്ലാം കുഴഞ്ഞ കേസുകെട്ടുകളാണ്.
പക്ഷേ നിങ്ങൾ മറന്നുപോകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നിങ്ങൾ ജന്മം നൽകിയ ചില കുഞ്ഞുങ്ങളുണ്ട്. അവരുടേതല്ലാത്ത തെറ്റിന് മാതാപിതാക്കൾ ചെയ്ത ഇത്തരത്തിലുള്ള മഹാപാപങ്ങൾ കൊണ്ട് സമൂഹത്തിന്റെ മുമ്പിൽ തല ഉയർത്തി നടക്കുവാൻ കഴിയാതെ നാണം കെട്ട് ജീവിക്കുവാൻ വിധിക്കപ്പെടുകയാണ് നിങ്ങളുടെ ഈ കുഞ്ഞുങ്ങൾ. ഇത് സോഷ്യൽ മീഡിയയിൽ കൂടി മലയാളികൾ, ലോകത്തിന്റെ എല്ലാ കോണുകളിലും ഇരിക്കുന്ന സകല ജനങ്ങളും ഇത് കേൾക്കുകയും കാണുകയും ചെയ്യുകയാണ്. സമൂഹ മാധ്യമങ്ങളിൽ കൂടി പേക്കൂത്തുകൾ നടത്തി നിങ്ങൾ അതിൽ കൂടി നക്കാപ്പിച്ചയൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരിക്കും. പക്ഷേ ഈ കുഞ്ഞുങ്ങളുടെ ഭാവിയാണ് നിങ്ങൾ കരിനിഴലിലാഴ്ത്തി കളയുന്നത്. ഈ വീഡിയോ ക്ലിപ്പുകളും ഈ ശബ്ദ സന്ദേശങ്ങളും അപ്പനെയും അമ്മയെയും കുറിച്ചുള്ള ഇത്തരത്തിലുള്ള മോശമായ കഥകളും ഇന്നൊരു ദിവസം കൊണ്ടോ ഈ ആഴ്ച കൊണ്ടോ ഇല്ലാതെയാകുന്നില്ല. ഇത് സോഷ്യൽ മീഡിയ ഉള്ള കാലത്തോളം ഇവിടെ കിടന്ന് കറങ്ങിക്കൊണ്ടേയിരിക്കും. എന്ന് വെച്ചാൽ ആ കുഞ്ഞുങ്ങൾ പ്രായപൂർത്തിയായി, ഒരുപക്ഷെ അവർ വൃദ്ധരായാലും അവരുടെ ജീവിതത്തിൽ അവരറിയാതെ സംഭവിച്ച ഈ കറുത്ത പാടുകൾ അവരെ വേട്ടയാടിക്കൊണ്ടിരിക്കും. നാളെ അവരേതെങ്കിലും ഒരു നിലവാരത്തിൽ ഉയർത്തപ്പെട്ടാൽ, നല്ലൊരു ഭാവിയിലേക്ക് അവരെത്തപ്പെട്ടാൽ, അവരെ എതിർക്കുന്ന ആരെങ്കിലുമൊക്കെ നിങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടായിരിക്കും അവരുടെ തലയെ കുനിയിക്കുക. ചുരുക്കി പറഞ്ഞാൽ മാതാപിതാക്കളെ ഓർത്ത് ലജ്ജിക്കുന്ന മക്കളായിട്ടായിരിക്കും അവർ വളർന്നു വരിക. ഇതിൽ പരം ഒരു അപമാനം എന്താണുള്ളത്? ഇതൊക്കെ വെളിവും ബോധവും ഉള്ളവർക്ക് മാത്രമേ പറഞ്ഞാൽ മനസ്സിലാവുകയുള്ളൂ. ഇല്ലാത്തവർ എന്തെല്ലാം കമന്റുകൾ വന്നാലും ആരൊക്കെ എന്തെല്ലാം പറഞ്ഞാലും പറയുന്നവരവിടെ കിടന്ന് പറയും, എനിക്ക് എൻ്റെ ഇഷ്ടം, ഞാനത് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് മുൻപോട്ട് പോയിക്കൊണ്ടേയിരിക്കും. ജീവിതത്തിൽ വീഴ്ചകൾ സംഭവിച്ചിട്ടുള്ള ധാരാളം ആൾക്കാരുണ്ട്. പക്ഷേ ഒരു കുടുംബമൊക്കെ ആയി, കുഞ്ഞുങ്ങളൊക്കെ ആയി കഴിയുമ്പോഴേക്കും ആ കുഞ്ഞുങ്ങളുടെ ഭാവിയെ കരുതിയെങ്കിലും പലരും ഒതുങ്ങാറുണ്ട്. പക്ഷേ ഇതിപ്പോൾ കുഞ്ഞുങ്ങൾ സമൂഹത്തിന്റെ മുൻപിൽ, സമൂഹത്തിന്റെ ചോദ്യങ്ങൾക്ക് മുൻപിൽ എന്തു മറുപടി പറയണമെന്നറിയാതെ ലജ്ജിച്ച് തല താഴ്ത്തി നിൽക്കുമ്പോഴും നിങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുകയാണ്. എത്ര അധപ്പതിച്ച മനോബോധമാണ് നിങ്ങളുടെയൊക്കെ. ഈ സ്ത്രീ ഇപ്പോൾ ആരാണ് എന്ന് നമുക്കറിയില്ല. അവർ സോഷ്യൽ മീഡിയയിൽ കൂടി രേണുവിനെ കുറിച്ചും സുധിയെക്കുറിച്ചും വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് നടത്തിയിരിക്കുന്നത്. ഇത് സത്യസന്ധമായ ആരോപണങ്ങളല്ല എന്നുണ്ടെങ്കിൽ അത് തെളിയിക്കുവാനുള്ള ബാധ്യസ്ഥത രേണുവിനാണുള്ളത്. തീർച്ചയായിട്ടും ഈ ശബ്ദ സന്ദേശം പുറത്തുവിട്ട വ്യക്തിക്കറിയാം ആ സ്ത്രീ ആരാണെന്ന്. അവരുടെ എല്ലാ ഐഡന്റിറ്റിയും അവരുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് തന്നെ നിയമപരമായി ഈ വിഷയത്തെ നേരിടുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല. തീർച്ചയായിട്ടും നിങ്ങൾ നിയമപരമായി നേരിടണം. അല്ലാതെ സോഷ്യൽ മീഡിയയുടെ മുൻപിൽ വന്നിരുന്ന് ഇതിന് മറുപടി പറയാൻ നിൽക്കരുത്. കൂടുതൽ നാറും. അമ്മയെ തല്ലിയാലും രണ്ടു പക്ഷമുണ്ട് എന്ന് പറയുന്നത് പോലെ രേണുവിനെ സപ്പോർട്ട് ചെയ്യുവാനും ഇപ്പോൾ ഈ ശബ്ദ സന്ദേശവുമായി വന്നിരിക്കുന്ന ഈ അജ്ഞാത സ്ത്രീയെ സപ്പോർട്ട് ചെയ്യുവാനും സമൂഹ മാധ്യമങ്ങളിൽ ഒരു കൂട്ടം ആൾക്കാരുണ്ടാവും. അത് സ്വാഭാവികമായ കാര്യമാണ്. അതുകൊണ്ട് ഞാനൊന്നും അറിഞ്ഞില്ല എന്നുള്ള രീതിയിൽ രേണുവിന് ഒഴിഞ്ഞു മാറുവാൻ കഴിയില്ല. വളരെ കൃത്യമായി നിങ്ങൾ ഇതിനെക്കുറിച്ച് മറുപടി പറയണം, അല്ലെങ്കിൽ നിയമപരമായി നേരിടണം. അപ്പൊ നിങ്ങളുമായിട്ട് കല്യാണം കഴിച്ചിരിക്കുമ്പോ തന്നെയാണ് ഈ വ്യക്തിയുമായി തീർച്ചയായിട്ടും ഇഷ്ടം ഉണ്ടാവുന്നത് അല്ലെ? തീർച്ചയായിട്ടും. അത് ഞങ്ങളെ ലാസ്റ്റ് ടൈമിലാണ് ഞാൻ അറിയുന്നത്. അല്ല, അപ്പം നിങ്ങൾ കരുതുന്ന ഒരു മെസ്സേജിലൂടെ മാത്രമുള്ള ഒരു ബന്ധമാണെന്നായിരുന്നു, അതോ അതിൽ അല്ല അവർ തമ്മിൽ കാണുന്നു എന്നൊക്കെ ഉണ്ടായിരുന്നതിൽ. അവർ തമ്മിൽ കാണുന്നുണ്ട്. ഇപ്പൊ ഇങ്ങനെ അയക്കുമല്ലോ, എനിക്ക് ഇങ്ങനെ റെക്കോർഡിങ്ങിൽ അത് പറയാനായിട്ട് ബുദ്ധിമുട്ടാണ് ചേച്ചി. അതുകൊണ്ടാണ് വൾഗർ മെസ്സേജുകളൊക്കെ ഉണ്ടായിരുന്നു. ചേട്ടൻ എന്റെ അടുത്ത് വന്നിട്ട് പോകുമ്പോ, ചേട്ടൻ എനിക്ക് ഭയങ്കര സങ്കടമാണ്, ഇനി എന്നാണ് ചേട്ടനെ കാണുന്നത്? അപ്പൊ പുള്ളി പറയുന്നു, എനിക്കങ്ങനെ എപ്പോഴും ഒന്നും വരാനൊക്കില്ല. അപ്പൊ നിങ്ങൾ ചോദിച്ചില്ലേ ഈ പെൺകുട്ടി? ചോദിച്ചു സുജി അടിക്കുകയൊക്കെ ചെയ്തു ഞാൻ. എന്തായാലും ഈ ശബ്ദ സന്ദേശത്തിൽ കൂടി ഈ സ്ത്രീ പറഞ്ഞു വെക്കുവാൻ ശ്രമിക്കുന്നത് 5 വർഷക്കാലം വളരെ സംഭവബഹുലമായ ജീവിതമായിരുന്നു സുധിയോടൊപ്പം ഇവർ നയിച്ചത്. അതിന്റെ ഏക കാരണക്കാരി രേണുവായിരുന്നു. ഇതിപ്പം അവള് തന്നെയാണ് അവളുടെ കുഴി തോണ്ടിയിട്ട് ഇത്ര എന്നെ കൊണ്ട് സംസാരിപ്പിച്ചത്. ഇങ്ങനെ ഒരു കാര്യം കൂടെ, ഈ സമയത്ത് നിങ്ങൾ മഴവിൽ മനോരമയുടെ ഒരു കോമഡി ഫെസ്റ്റിവലിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ? ഉണ്ടായിരുന്നു. ഞങ്ങളുടെ കല്യാണത്തിന്റെ എപ്പിസോഡ് കോമഡി സ്റ്റാർസ് സീസൺ 1 ടീം ലാഫ്റ്റർ കേരളയിൽ നിൽക്കുന്ന എല്ലാ വ്യക്തികൾക്കും അറിയാം. ആ ടൈമിലാണ് ഞങ്ങൾക്ക് മാരേജ് നടക്കുന്നത്. നമ്മുടെ കല്യാണത്തിന്റെ എപ്പിസോഡ് ഓൾമോസ്റ്റ് ചാനലിലുണ്ട്. പിന്നെ ഈ നിൽക്കുന്ന ഫ്ലവേഴ്സ് ചാനലുകാർക്ക് പല ആൾക്കാർക്കും എന്നെ അറിയാം. പിന്നെ അവര് 24 അറിയാം. ഇവര് പിന്നെ ഇവളെ പൊക്കിയെടുത്ത് കൊണ്ടുവരുന്ന എന്തിനാന്ന് എനിക്ക് അറിയില്ല. അവർക്ക് റേറ്റിംഗിന് വേണ്ടിയിട്ടായിരിക്കും. ഞാൻ ഇപ്പോഴും പറയുന്നു, നിങ്ങൾക്ക് മുന്നോട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഈ വീഡിയോ ഞാൻ തീർച്ചയായും ഡിലീറ്റ് ആക്കുന്നതായിരിക്കും. കാരണം ഒരാളുടെ ജീവിതത്തെക്കാൾ വലുതല്ല മറ്റൊന്നും ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. ചേച്ചി, അതിലും വലിയ നാണക്കേട് ഞാൻ ധാരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ. ഓക്കെ. കാരണം ഞാനൊരു പെൺകുട്ടിയായിട്ട് ആള് പറഞ്ഞ കാര്യമാണ് എന്നെ കൊണ്ടു നടന്ന്. അത് എനിക്ക് ഇങ്ങനെ ഇതിനകത്ത് പറയാൻ പറ്റില്ല. അത്ര വൃത്തികെട്ടൊരു വേടാണ് പറഞ്ഞത്. ചേച്ചി ഊഹിച്ചെടുത്തു. അത് അങ്ങനെ കൊണ്ടു നടന്നതാണ്. ആളുടെ കാശും എല്ലാം ഊറ്റിയെടുത്തിട്ട് ആളിനെ ഞാൻ ഉപേക്ഷിച്ചതാണെന്ന്. അവിടെ നിന്ന് എടുത്തോണ്ട് പോയതാണ് ഈ വ്യക്തി എന്നുള്ള നിലയിലാണല്ലേ?
അവിടുന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവന്നതാണ് ചേച്ചി. ഇയാള് വരുമ്പോ സ്വന്തമായിട്ടൊരു ഷർട്ട് പോലും മേടിച്ചിടാൻ ഇല്ലാത്ത ഒരാളായിട്ടാണ് വരുന്നത്. ഇയാള് 0 ബാലൻസിലാണ് നിന്നത്. എന്റെ കാശ് കൊണ്ടാണ് അയാൾ ഇത്രയായത്. കൊടുത്തിട്ട് പറയുമല്ല, എനിക്കത് പറയുന്നത് ഇഷ്ടമല്ല. ആദ്യമായിട്ട് ആൾ അമേരിക്ക പോകാൻ കാശില്ലാഞ്ഞ് എന്റെ അമ്മയുടെ അക്കൗണ്ടില് പൈസ ഇട്ടിരുന്നത്, ഈ എന്താ പറയാ, നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്തിട്ടിരുന്നത് എടുത്ത് എന്റെ അമ്മയുടെ കാല് പിടിച്ച് ഞാൻ ആളുടെ അക്കൗണ്ടിൽ ഇട്ട് കൊടുത്തു. കാരണം ഇത്ര രൂപ വേണമല്ലോ നമുക്ക് വെളിനാടുകളിൽ പ്രോഗ്രാം ചെയ്യാൻ പോണെങ്കിൽ. ആദ്യമായിട്ട് എന്റെ അമ്മയുടെ കാശ് കൊണ്ട് വെളിനാട് കണ്ട മനുഷ്യനാണ് അയാള്. എന്തായാലും സംഗതിയുടെ കിടപ്പ് ഇങ്ങനെയൊക്കെയാണ്. കൊല്ലം സുധിയുടെ ജീവിതത്തിന്റെ കാണാത്ത പല വശങ്ങളും ഇപ്പോൾ നമ്മുടെ മുമ്പിൽ വെളിപ്പെട്ടു വരികയാണ്. ഇതിന്റെ സത്യങ്ങളും അസത്യങ്ങളും എല്ലാം തെളിയിക്കേണ്ടത് രേണുവാണ്. ഇതിനെ പൊളിച്ചെടുക്കുന്ന മറുപടിയുമായി രേണു സുധി എത്തും എന്ന് നമുക്ക് ന്യായമായും പ്രതീക്ഷിക്കാം.